നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ചന്ദ്രമതിയുടെ ഉറക്കം നഷ്ടപ്പെട്ടു. രേവതി സച്ചിയും കൂടെ നാളെ മൂന്നാർ ട്രിപ്പ് പോവുകയാണ്. ദൈവമേ, എന്ത് ചെയ്യണം? എങ്ങനെയെങ്കിലും യാത്ര മുടക്കാന്ന് കരുതിയിരുന്ന, പക്ഷേങ്കില് അവര് മുൻകൂർ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുക. തനിക്ക് എന്തേലും അസുഖം ഉണ്ടാവുന്ന താൻ അടവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സച്ചിൻ രേവതി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഒരു കള്ളത്തിനും പറ്റില്ലല്ലോ. അങ്ങനെ ഓർത്തിട്ട് ചന്ദ്രമതിയുടെ ഉറക്കം നഷ്ടപ്പെട്ടു. ചന്ദ്രമതി ഉറങ്ങാതിരിക്കുന്ന കണ്ടപ്പോ രവീന്ദ്രൻ ചോദിച്ചു, എന്താ ചന്ദ്രേ, നിനക്ക് ഉറക്കം വരുന്നില്ലേ? ഓയ്, ഒന്നുമില്ല രവിയേട്ടാ, എനിക്ക് മനസ്സിലായി. നാളെ മുതൽ നീ എന്ത് ചെയ്യും? രേവതി മോള് നാളെ ടൂറ് പോവാണല്ലോ. അടുക്കള ജോലികൾ നീ തന്നെ ചെയ്യേണ്ടി വരും. ഓ, എന്തൊക്കെയാ ഇനിയിപ്പടെ സംഭവിക്കാൻ പോന്നേ? അത് ഓർത്തിട്ട് നിന്റെ ഉറക്കം പോയില്ലേ എന്ന് ചോദിച്ചു. ദേ രവിയേട്ടാ, ഒന്നും മിണ്ടാതെ കിടന്ന് ഉറങ്ങുന്നുണ്ടോ? എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ശരി ശരി, എങ്കിൽ കിടന്നുറങ്ങിക്കോ. ഈ സമയം സച്ചിൻ രേവതി എന്ത് ചെയ്തു? കൊണ്ടുള്ള ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണ്. രേവതിയോട്, സച്ചിയായിട്ട് അവിടെ ചെല്ലുമ്പോൾ നല്ല തണുപ്പായിരിക്കും, അതിന് വേണ്ടുന്ന ഡ്രസ്സൊക്കെ എടുക്കണം. ഓ, അതൊക്കെ ഞാൻ ഏറ്റു. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. പക്ഷെ എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന കാര്യം ഓർക്കുമ്പോൾ നല്ലൊരു ഭയമുണ്ട്. എന്തിന്? അല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, അതെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് എല്ലാവരും ഉണ്ട്. അമ്മയുണ്ട്, പിന്നെ പാർലടത്തിയുണ്ട്, സുധിയുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ കൂടി അങ്ങ് ചെയ്തോളും. അല്ല സച്ചേട്ടാ, അച്ഛന്റെ കാര്യമൊക്കെ അച്ഛൻ നോക്കിക്കോളും. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതെ, അച്ഛമ്മ വന്നുകൊണ്ടാണ് ഇങ്ങനൊരു അവസരം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പോകേണ്ടതായിരുന്നു. രേവതി പറഞ്ഞു, അത് ശരിയാ, എനിക്ക് പോകാനായിട്ട് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താ നീ പറയാതിരുന്നേ? അത് പിന്നെ അതിനുള്ള സാഹചര്യമൊക്കെ ഒത്തുവരണ്ടേ? ഇപ്പോഴാന്ന് തോന്നുന്നു അതിനുള്ള സമയവും സാഹചര്യവും. അതേ സമയത്ത് ശ്രുതിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നാളെ സച്ചിൻ രേവതിയൊക്കെ ടൂറ് പോവാണ്. ഇതുവരെയായിട്ടും കല്യാണം കഴിഞ്ഞിട്ട് ഒരിടത്ത് ടൂർ പോകാൻ പറ്റിയിട്ടില്ല. ശ്രുതിയോട് അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. ഇതുവരെയായിട്ടും എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? ഒരിടത്തും കൊണ്ടുപോയിട്ടില്ല. ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഷോപ്പിലെ തിരക്കുകളും കാര്യങ്ങളൊക്കെ കാരണം നമുക്കിങ്ങനെ കറങ്ങി അടിച്ച് നടക്കാൻ പറ്റുമോ? ഇതൊക്കെ ശ്രുതി പറയും. ജീവിതമാകുമ്പോൾ കുറച്ചൊക്കെ എൻജോയ് ചെയ്യണം. ഇപ്പൊ കണ്ടില്ല സച്ചിൻ രേവതിയും കൂടെ പോന്നേ. നീ വിഷമിക്കണ്ടാന്നേ, നമുക്കിതെല്ലാം കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ട്രിപ്പ് പോവാം. നമുക്ക് ഇവിടെ ഒന്നുമല്ല, മൂന്നാറൊന്നും അല്ലെന്നേ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോവാന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ ഒന്ന് സമാധാനിപ്പിച്ചു. അങ്ങനെ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോ രേവതി സച്ചിൻ പോകാൻ റെഡിയാവുകയാണ്. ആ സമയം ചന്ദ്രമതി പതിവ് പോലെ അടുക്കളയിലേക്ക് നോയിക്കഴിഞ്ഞപ്പോ ഒന്നും റെഡിയാക്കി വെച്ചിട്ടില്ല. സാധാരണഗതിയിൽ അങ്ങനെയല്ല. രേവതി രാവിലെ എഴുന്നേറ്റ് എല്ലാം റെഡിയാക്കുന്ന. പക്ഷെ അന്നത്തെ ദിവസം സച്ചി പറഞ്ഞു, രാവിലെ പോകാനുള്ളതാ, അടുക്കള കിടന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിലേ പോക്ക് മുടങ്ങും, നേരത്തെ കാലത്ത് റെഡിയാവണം. അതുകൊണ്ട് രേവതി പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ചന്ദ്രമതിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അടുക്കളയിൽ കയറിയിട്ട് രാവിലെ ഒന്നും റെഡിയായിട്ടുമില്ല. ചന്ദ്രമതി അവിടെ നിന്ന് വട്ടം കറങ്ങുന്ന നടപ്പ രവീന്ദ്രൻ വന്നിട്ട്, എന്താ ചന്ദ്രേ? അതെ, എനിക്ക് ചായ വേണമെന്ന് പറഞ്ഞു. ചായ വേണം, ഇട്ട് കുടിക്കുക. അല്ല, ഇവിടെ ഒരുത്തിയുണ്ടല്ലോ, അവള് രാവിലെ തന്നെ ഒരുങ്ങി കെട്ടി പോകാൻ തുടങ്ങുവാണോ? എന്റെ ചന്ദ്രേ, അവൾ ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അപ്പൊ നീ അതുവരെ ഫുഡ് കഴിക്കാതിരിക്കുവോ? ഒരു ചായ ഇട്ടെന്നോർത്ത് ഒരു പ്രശ്നമില്ല, എനിക്കൂടെ ഒരു ചായ ഇട്ടുതരാൻ പറഞ്ഞു. ചന്ദ്രമതിയാണെ ദേഷ്യപ്പെട്ടാണ് അടുക്കളയിൽ കയറി ചായയൊക്കെ വെക്കുന്നത്. അങ്ങനെ ചായയൊക്കെ വെച്ച് രവീന്ദ്രനും കൊണ്ടേ കൊടുത്തു. ചന്ദ്രമതിക്ക് ദേഷ്യവും സങ്കടവും വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയും കൂടെ പോവാൻ റെഡിയായിട്ട് വരുക. അപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു, അല്ല, നിങ്ങളിത് എങ്ങോട്ടാ പോണെന്ന് ചോദിച്ചു. ശ്രുതി പറഞ്ഞു, ഇതെന്ത് ചോദ്യം അമ്മേ? എങ്ങോട്ടാ പോണേന്നോ? ഞങ്ങൾ ഷോപ്പിലേക്ക്, അവള് പാർലറിലേക്ക്. അതെ മോളെ ശ്രുതി, നീ ഇന്ന് പോവണ്ട. പോവണ്ടാന്നോ? അമ്മ എന്ത് വർത്താനം പറയണേ? നീയും കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഈ അടുക്കള ഞാൻ എന്ത് ചെയ്യും? കുറെ ജോലികളുണ്ട്, ചോറ് വെക്കണം, കറി വെക്കണം, എന്നെ കൊണ്ട് തന്നെ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ എന്തൊരു നടുവിനുവേന, എനിക്ക് നടുവനക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല. അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, അമ്മ ഷോപ്പിൽ നല്ല തിരക്കുള്ള സമയം, ഇവളും കൂടെ വരട്ടെ, ഇവളും കൂടെ ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ കൊണ്ട് തന്നെ പറ്റില്ല, ഇന്ന് ഇവിടെ നിന്ന് നിന്നേ മതിയാവുള്ളൂ. അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, അമ്മയ്ക്ക് പറ്റില്ലേ, അമ്മ ഒരു കാര്യം ചെയ്യാം, ഒന്നും ചെയ്യണ്ട, എന്നാണെങ്കിലും ശ്രുതി ഞാനും പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാളാം. അമ്മ ഒരു കാര്യം ചെയ്യാം, അമ്മയ്ക്ക് അച്ഛനുള്ളതും വെച്ചുണ്ടാക്കിയാൽ മതി. പിന്നെ ശ്രീകാന്തിന്റെ വർഷയുടെ കാര്യം അതൊക്കെ അവര് നോക്കിക്കോളും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിൻ രേവതിയും കൂടെ വലിയ ബാക്കി എടുത്തോണ്ട് വരുവാണ് പോവാനായിട്ട് റെഡിയായിട്ട്. ആ കാഴ്ച കണ്ടപ്പോൾ ചന്ദ്രമതിക്ക് ഒട്ടും സഹിച്ചില്ല. അപ്പോഴേക്ക് ശ്രീകാന്തും വർഷയും കൂടെ വന്നു. രണ്ടുപേരും കൂടെ പോകാനിറങ്ങിയ ഹാപ്പി ജേർണി എന്നൊക്കെ ശ്രീകാന്തും വർഷയും പറയുന്നുണ്ട്, അവരെ വിഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ ശ്രുതിക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ചന്ദ്രമതിക്കാണ് അതിനേക്കാൾ അപ്പുറം ദേഷ്യമായിരുന്നു. ചന്ദ്രമതി പറഞ്ഞു, അമ്മയ്ക്ക് വരാൻ കണ്ട സമയം, അമ്മ വന്നോണ്ടാ വിറ്റുകൾ ഇപ്പൊ ടൂറ് പോകുന്നത്, അല്ലായിരുന്നു എനിക്ക് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നേനും.
ചന്ദ്രമതി സച്ചിയോട് ചോദിച്ചു, അല്ല പോയിട്ട് എന്നായിരിക്കും വരുന്നേ? അത് പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ തീരുമാനിക്കും. അവിടെ എല്ലാം കണ്ടു കേട്ടൊന്ന് വരണ്ടേ. ദേ പോകുന്നതൊക്കെ കൊള്ളാം, എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്നേക്കണം. എന്നെ കൊണ്ട് പറ്റില്ല ഈ അടുക്കള കിടന്ന് ജോലി ചെയ്യാനായിട്ട്. രവീന്ദ്രൻ പറഞ്ഞു, നീ എന്താ ചന്ദ്രയെ പറയണേ? എന്ന് വെച്ചാൽ അവളെന്നാ ഇവിടെ അടുക്കള ജോലി ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്നതാണോ? നീയല്ലേ എപ്പോഴും പറയാറ് ഇവിടെ ഒരു ജോലിയില്ല, ഇവിടെ എന്നാ ജോലി ഇരിക്കുന്ന ഒരു പണിയില്ലെന്ന്. പിന്നെ നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? ചന്ദ്രമതി പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല. അങ്ങനെ ഒടുവില് സച്ചിൻ രേവതി എല്ലാവരുടെയും യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ്. രവീന്ദ്രനെ കെട്ടിപ്പിടിച്ചിട്ട് സച്ചി പറഞ്ഞു, പോയിട്ട് വരാച്ചാന്ന് പറഞ്ഞു. അങ്ങനെ അവര് കാറിൽ കയറി കൂടെ പോയി കഴിഞ്ഞപ്പോൾ രവീന്ദ്രന് ഭയങ്കര വിഷമം. ആദ്യമായിട്ടാണ് സച്ചിൻ രേവതിയും കൂടി ഇങ്ങനെ അങ്ങ് മാറി നിൽക്കുന്നത്. അങ്ങനെ മാറി നിന്നിട്ടൊന്നുമില്ല. ഇതുവരെയായിട്ട് അവരൊരു ട്രിപ്പും കാര്യങ്ങളൊന്നും പോയിട്ടുമില്ല. രവീന്ദ്രന്റെ മുഖമൊക്കെ മാറുന്നു കണ്ടു കഴിഞ്ഞപ്പം ശ്രീകാന്ത് വന്നിട്ട് ചോദിച്ചു, എന്താ അച്ഛാ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല, അച്ഛനെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടല്ലോ എന്ന് വർഷ ചോദിച്ചു. അത് പിന്നെ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ. ഓ, അച്ഛൻ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ എന്ന് ശ്രീകാന്ത് പറഞ്ഞു. നിങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ സച്ചുള്ള പോലെ ആകുമോ? അറിയാലോ, അവൻ ഈ വീട്ടിലുണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാ. അവൻ ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. വർഷ പറഞ്ഞു, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ, അച്ഛൻ ധൈര്യമായിട്ടിരിക്കെന്ന് പറഞ്ഞു. ആ സമയത്ത് ശ്രുതിയും കൂടെ പോവുകയും ചെയ്തു. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ചന്ദ്രമതി ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴത്തേനും രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, ചന്ദ്രേ, അവര് പിള്ളേരല്ലേ, അവര് പോയി അടിച്ചു പൊളിച്ചിട്ട് വരട്ടെ. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായി, ഇതുവരെയായിട്ട് രേവതി മോളെയും കൂട്ടി സച്ചി ഒരിടത്തും പോയിട്ടില്ല. എപ്പോഴും വീട് അല്ലെങ്കിൽ കട പൂ കൊണ്ടേ കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളൂ. അവർക്കും അവരുടേതായ സന്തോഷം കാര്യങ്ങളും വേണ്ടേ. പിന്നെ സന്തോഷം, രവി ഏട്ടൻ വേറെ പണിയൊന്നുമില്ല. ഞാനിവിടെ കിടന്ന് ജോലി ചെയ്യുന്ന അടിപൊളിയണം അല്ലേ? ഇവിടെ നീ തന്നെ ജോലി ചെയ്യണ്ട, വേറെ ഉണ്ടല്ലോ ഇവിടെ മരുമക്കള് വേറെ രണ്ടുപേരും കൂടി ഇല്ലേ? പിന്നെ അവരടുക്കള കയറി എന്തെങ്കിലും ചെയ്യുവോ? ഇതാ നിന്റെ കുഴപ്പം. ഒരാൾ മാത്രം അടുക്കള കയറി ചെയ്തോണ്ടിരുന്നപ്പോഴേ നിനക്ക് പുല്ല് വിലയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതേസമയം സച്ചിൻ രേവതി നല്ല സന്തോഷകരമായിട്ടാണ് യാത്ര പോകുന്ന സമയത്ത് വാതോരാതെ രേവതി സംസാരിക്കുന്നൊക്കെ ഉണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രേവതി പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി, കാടിന്റെ ഭംഗിയൊക്കെ. ആ സമയം സച്ചി ചോദിച്ചു, നീ എന്താ പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നേ? ഇത്ര സമയം വാതോരാ സംസാരിച്ചിരുന്നിട്ട് പെട്ടെന്ന് എന്തു പറ്റി? അതെ, ഞാൻ ഈ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ. ഓ, കാഴ്ചകളൊക്കെ അല്ല, ഇതിനു മുമ്പ് നീ ഇങ്ങനെ പോന്നിട്ടുണ്ട് ട്രിപ്പൊക്കെ? എവിടുന്ന് സച്ചേട്ടാ? അതിന് ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് പോലും ഒരു ടൂർ പോലും പോയിട്ടില്ല. ആ സമയത്ത് പൈസയൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ്റെ കയ്യിൽ, അതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു. സച്ചേട്ടനോ? ഞാൻ പിന്നെ ഒരു ട്രിപ്പൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് പോയിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ ടൂറായിട്ടൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവര് മൂന്നാർ എത്തുമ്പോൾ അവിടുത്തെ തണുപ്പും കാര്യങ്ങളൊക്കെ രേവതിക്ക് സച്ചിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തേയിലത്തോട്ടങ്ങളിൽ കൂടെയൊക്കെ രണ്ടുപേരും കൂടെ പാറിപ്പറന്ന് നടക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹണിമൂൺ ആണെന്ന് തന്നെ പറയാം. അതുപോലത്തെ ഒരു യാത്രയായിരുന്നു അവരുടെ ഇത്. സച്ചി പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ അച്ഛമ്മ നേരത്തെ ഇത് നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു. അച്ഛമ്മ ഉള്ളതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇപ്പൊ ഇതൊക്കെ ആവുമോ? സച്ചേട്ടാ, കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ അറിയാലോ, വീട്ടിലെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയ്യോ, അവിടുന്ന് പോന്നപ്പോ തൊട്ട് നീ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലെ കാര്യം പറഞ്ഞോണ്ടിരിക്കുവോ? അല്ല സച്ചേട്ടാ, ഫുഡ് കഴിക്കണ്ടെന്ന് ചോദിച്ചു. ഫുഡ് കഴിക്കണം. അയ്യോ, ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തെ, അച്ഛനിപ്പോ ഫുഡ് കഴിച്ച് കാണോ? അച്ഛൻ ആരെങ്കിലും എടുത്തു കൊടുത്തു കാണോ? ഇതേ നീ മിണ്ടരുത്. ഇനി വീട്ടിലെ കാര്യം പറഞ്ഞാണ്ടല്ലോ, അച്ഛന് കൃത്യസമയത്തിന് ഫുഡൊക്കെ അമ്മ എടുത്ത് കൊടുത്തോളും. അമ്മയാ? അതെ, ഇല്ലെങ്കിൽ അച്ഛൻ എടുത്ത് കഴിച്ചോളും. നീ ആ കാര്യം ഒന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നമ്മൾ എൻജോയ് ചെയ്യാൻ വന്നതല്ലേ, പിന്നെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? 2 ദിവസം നമ്മൾ അടിപൊളിയാക്കുന്നു ഇവിടെ, അറിയാലോ. ഇത് നമ്മുടെ ലോകമാണ്. എല്ലാ തിരക്കുകളിൽ നിന്നും മാറിയിട്ട് നമുക്ക് നമ്മുടേതായ ഒരു ജീവിതം വേണ്ടേ? എപ്പോഴും ഇങ്ങനെ പൂമാല കെട്ടലും വീട്ടുജോലികളും അതുപോലെ തന്നെ ഞാൻ ഈ ഓട്ടം പോലെ എല്ലാം ആയിട്ട് ശരിക്കും ജീവൻ തന്നെ മടുത്തു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു ട്രിപ്പ് പോകണമെന്നേ, എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് രേവതിയെ കെട്ടിപ്പിടിക്കുകയാണ്. രേവതിക്ക് സന്തോഷമായി. പക്ഷെ സന്തോഷമില്ലാത്ത രണ്ടുപേരുണ്ടായിരുന്നു, ശ്രുതിയൊക്കെ. ശ്രുതിക്കാണെങ്കിൽ അന്ന് ഷോപ്പിലേക്ക് പോയിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. കാരണം ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ തന്റെ അമ്മായിമ്മ തന്നെ കൊണ്ട് ജോലികളൊക്കെ ചെയ്യിക്കും. അവരുടെ സ്വഭാവം നന്നായിട്ടറിയാം, എങ്ങനെ ഇതിനകത്തുനിന്ന് രക്ഷപ്പെടും എന്നൊക്കെയാണ് ശ്രുതിയുടെ മനസ്സിലെ ചിന്ത. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോടെ നിർത്തുന്നു.